അമ്മ മാറട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇത് നിർബന്ധപൂർവ്വം എൻ്റെ ബാഗിലിട്ട് തന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കഴിച്ചു. അന്ന് തന്നെ എനിക്ക് രാത്രി ഉറങ്ങാനൊന്നൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. 2 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചപ്പോൾ എൻ്റെ ആ ചുമ മാറി. ഇന്ന് വരെയ്ക്കും എനിക്ക് ആ ചുമ വന്നിട്ടില്ല. അതെ. അത് അങ്ങനെ ഒരു അനുഭവം. പക്ഷെ എന്നാലും ഞാൻ ഐഡിയ എടുക്കാൻ അവരും പറയില്ല. കാരണം അവർക്കറിയാം ഞാനൊരു 14 വർഷം ഞാനൊരു കമ്പനിയിൽ നിങ്ങൾക്കറിയാം അപ്പോൾ എത്ര റാങ്ക് എത്തിയിട്ടുണ്ടോ. അപ്പം അവരും പറഞ്ഞില്ല, ഞാനും ചെയ്തുമില്ല. പക്ഷേ ഇതിനിടയിൽ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് വയ്യാണ്ടായി. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പിന്നെ ലിസിയിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ അവിടെ 20% പോലും ഡോക്ടർ സക്സസ് അല്ല, നിങ്ങളിത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വീട്ടിൽ കൊണ്ടുവരാനുള്ള വിഷമം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊണ്ടുപോകേണ്ട സാറേ, ഇവിടെ തന്നെ ഞങ്ങൾ എന്ത് സഹിക്കാൻ തയ്യാറായിട്ട് നമ്മളവിടെ തന്നെ നിന്നു. പക്ഷേ എൻ്റെ മോൻ നേഴ്സാണ്. അപ്പോൾ അവൻ വന്നു പറഞ്ഞാൽ ഒരു രാത്രി ഉണ്ടാവും വന്നിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് അച്ഛനെ എവിടെയെങ്കിലും അമൃതയിൽ കൊണ്ടുപോകാം, ഞാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തോളാം, അമൃതയിൽ കൊണ്ടുപോകാന്നിട്ട് അമൃതയിൽ അന്ന് തന്നെ ആംബുലൻസ്. അപ്പോൾ ഇവർ വിടുന്നുണ്ടായില്ല ലിസ്റ്റിലുള്ളവർ. പക്ഷെ ഞങ്ങൾ നിർബന്ധപൂർവ്വം അമൃതയിൽ ആംബുലൻസൊക്കെ വന്ന് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും ഒരാഴ്ച മുഴുവനും വെന്റിലേറ്ററിൽ കിടന്നു. ഒരു അബോധാവസ്ഥയിൽ ശരീരം മുഴുവനും മരവിച്ച് തണുത്ത്, കാരണം ജീവനില്ല. അപ്പോൾ ആ നൽകിയതിനോട് ഈ മൈലേജിലെ സീനിയർ നിങ്ങൾ അറിയാമോ? TK സുരേഷ്, ഏറ്റവും സീനിയർ ശ്രീനിവാസ് സാറ്. അപ്പോൾ ആ TK സുരേഷ് സാറും എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കുകയാണ്. കാരണം ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ശോഭ മാഡം, അച്ഛന് നമ്മളെ നോനി ജ്യൂസ് ഉണ്ട്, ഒന്ന് കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയാം, എൻ്റെ ദൈവമേ നോനി ജ്യൂസ് ആ ഭാഗത്തേക്ക് നിങ്ങൾ വരണ്ട, കാരണം അത്രയ്ക്ക് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും കിട്ടാണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടെ. അപ്പോൾ പറഞ്ഞു അതെ. ഞാൻ അടുപ്പിങ്ങില്ല, ഏതൊന്നും നടക്കൂല, കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവരും ആസ്പത്രിയിൽ കെട്ടിക്കിടന്ന് കരയൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ വിളിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ കെടുത്തണ്ട നിങ്ങൾ, കാരണം അപ്പോഴേക്കും 6 ലക്ഷം രൂപ ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കെടുത്തിയിട്ട് ഒരു റിസൾട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, അത്രയ്ക്ക് വീക്കാണ്, ബോഡിയൊക്കെ ആകെ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്നിരുന്നത്. അപ്പോൾ അപ്പോഴും ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് എന്തോ ഒരു എനിക്ക് തോന്നുന്ന നമ്മൾ പറയില്ലേ, ദൈവം നമ്മളെ നേരിട്ട് പ്രത്യക്ഷപ്പെടില്ല, അത് ഒരാൾ വഴിയാണെന്ന്. അതാണ് എനിക്ക് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ശോഭമ്മയുടെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ കൊണ്ടുവരാം, ശോഭമ്മയുടെ കൊടുക്ക്, നമുക്ക് ഏതായാലും ആൾ തിരിച്ച് കിട്ടില്ല, ഡോക്ടർ 100% കൺഫേം ചെയ്തു. അങ്ങനെ ഞാൻ ഇതിന് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് അമൃതയിലേക്ക് കൊണ്ടുതന്നു. എന്നിട്ട് ഞാൻ ഈ ഡയലൂട്ട് ചെയ്തിട്ട് ഈ മൂക്കി കൂടെ ട്യൂബ് ഇട്ട അച്ഛന് ഞാൻ കൊടുത്തു. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞാൻ കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാലില്ലേ, 4ാമത്തെ ദിവസം അച്ഛൻ കണ്ണു തുറന്നു. 4ാമത്തെ ദിവസം കണ്ണു തുറന്നു, എൻ്റെ കൈ പിടിച്ചിട്ട് വരാന്ത കൂടെ നടന്ന് ഈ ആംബുലൻസിൽ എത്ര ആംബുലൻസിൽ കയറി കൊണ്ടുപോയി അച്ഛൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നടന്നിട്ടാണ് കാറിൽ വരുന്നത്. ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ടാവില്ല, ഡൈലൂട്ട് ചെയ്തിട്ടാണല്ലോ കൊടുത്തത്. ഏകദേശം ഒരു കുറച്ച് പകുതിയോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ പിന്നെ 8 വർഷം ആരും അറിയാതെ കൊല്ലില്ലല്ലേ. അതപ്പോ ഈ മൈലൈഫില് അങ്ങനെ ഭയങ്കര അങ്ങനെ ഭയങ്കര ഒരു അനുഭവം ഉണ്ട്. പിന്നീട് പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങള് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് ഒരു പിടുത്തവും കിട്ടില്ല അതെന്താണ് സംഭവിച്ചത്. അപ്പൊ ഞങ്ങൾ ഡിസ്ചാർജ് ആണ്. എൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഡിസ്ചാർജ് ആയിക്കോ. ഇതൊരു എന്താ പറയാ, എനിക്ക് നമുക്ക് പറയാൻ പറ്റണില്ല ഇതെന്താണ് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത്, ഒരു മിറാക്കിൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. ആ മിറാക്കിൾ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ